ഹിജ്റ 10-ാം വർഷം മദീനയിൽ നിന്ന് ഹജ്ജിന് വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. ഈ സ്ഥലത്തെത്തിയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആർത്തവം സംഭവിച്ചു. അങ്ങനെ ഹജ്ജിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പോയി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഇവിടെ നിർത്തി. ഒപ്പം പ്രിയപ്പെട്ട സഹോദരനായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ ഒപ്പം നിർത്തി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആർത്തവം മാറിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യാൻ ആരോട് കൽപ്പിച്ചു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കൽപ്പിച്ചു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇഹ്റാം ചെയ്ത സ്ഥലമാണിത്. നമ്മുടെ പള്ളിയൊന്നുമില്ല. അതിനുശേഷം ഇവിടെ പള്ളി നിർമ്മിച്ചിട്ട് ഈ പള്ളിക്ക് എന്ത് പേര് നൽകി? മസ്ജിദ് ആയിഷ എന്നുള്ള പേര് നൽകി. ഒരു ചരിത്രത. പിന്നെ മറ്റൊന്ന്,